ഒട്ടേറെ പുതുമകളും പ്രത്യേകതകളുമോടുകൂടി ആവേശോജ്വലമായ ഒരു തുടക്കമായിരുന്നു ഇത്തവണത്തെ ചലച്ചിത്രമേളയ്ക്കെങ്കിലും പ്രേക്ഷകർക്കിടയിൽ രണ്ടാം ദിവസം ചില അസ്വാരസ്യങ്ങൾ. സിനിമാ പ്രദർശനങ്ങൾ മാറ്റുന്നതുൾപ്പെടെ പല അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ചില പ്രേക്ഷകരിലേക്ക്. കൈരളി തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് വന്നതാണ്. പക്ഷേ കാണാൻ വന്ന സിനിമ ഡേ എന്ന സിനിമയാണ്. പക്ഷേ അത് മാറ്റിയിട്ട് പൊല്യൂട്ടഡ് പാരഡൈസ് എന്നുള്ള ഡോക്യുമെൻ്ററി ഫിക്ഷനായിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ കാണാതെ ഇങ്ങനെ ഇറങ്ങി. ടെക്നിക്കൽ അതായിരുന്നു ആദ്യം പറഞ്ഞത്. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സിനിമ ഇടുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് വന്ന് അറിയിച്ചു ആ സിനിമയിൽ വേറെ സിനിമ കാണിക്കുന്നു. ഇനി 3 മണിക്ക് ആ സിനിമ കാണിക്കുന്നു. ഇതിനോടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് കലാകാലങ്ങളായിട്ട് മേള കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 16 മേളകളിൽ മേളയിലെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്ന കുറേ പേർക്ക് ഇത്തവണ പാസ് കിട്ടിയില്ല. അവരൊക്കെ തിയേറ്ററിന് പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം 11,000 പേർക്ക് പാസ് കൊടുത്തെന്നാണ് പറഞ്ഞത്. ഇത്തവണ അത് 7,000 ഏതാണ്ട് പാതിയൊക്കെ ആയിട്ട് ചുരുങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് മേളയെ IFFK ഈ ഒരു അർത്ഥത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരുപാട് ആൾക്കാർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം പങ്കാളിത്തമുള്ള ഡെലിഗേറ്റ്സിൻ്റെ എണ്ണം കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്രമേളയാണ് എല്ലാ കാലത്തും IFFK. അതിലാണ് മാറ്റം വന്നിരിക്കുന്നത്. IFFK ഈ ഒരു അർത്ഥത്തിലേക്ക് ആക്കിക്കൊണ്ടുവന്ന കുറേ പേരാണ് പുറത്തേക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതിൽ വിഷമമുണ്ട്.